കാലളക്കണം പെണ്ണെ നീ, നിന്നെ അളക്കുന്നുണ്ടവൻ. അയാൾ അവളെ നോക്കി പാടിക്കൊണ്ടിരുന്നു. കൗതുകം തോന്നി അവൾ കുറച്ചുകൂടി അയാളുടെ അടുത്തേക്ക് നീങ്ങി. അയാളുടെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. നന്നായി പാടുന്നുണ്ടല്ലോ. അയാൾ ഒന്ന് ചിരിച്ചു. പിന്നെയും പാടാൻ തുടങ്ങി. എൻ്റെ മോനും പാട്ട് വലിയ ഇഷ്ടാ. എൻ്റെ പാട്ട് കേട്ടാലേ അവന് ഉറക്കം വരുമായിരുന്നുള്ളൂ. പക്ഷേ അവൾ ഒന്ന് നിർത്തി. അയാൾ പക്ഷെ അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു പോലുമില്ലായിരുന്നു. ഈ വരി മാത്രമേ അറിയൂ, ബാക്കിയില്ലേ? എപ്പോഴും ഒരേ വരികൾ. മടുപ്പ് തോന്നി തുടങ്ങിയപ്പോൾ അവൾ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. വരാന്തയുടെ അങ്ങേ തലക്കൽ മനുവിനെ കണ്ടതോടെ അവൾ എഴുന്നേറ്റു. ഓപ്പിക്ക് മുന്നിൽ നിർത്തിയിട്ട് പോന്നതാണ്. കാണാഞ്ഞ് തിരക്കി വന്നതാവും. അവൾ കൈകൊണ്ട് വരുന്നെന്ന് ആംഗ്യം കാട്ടി. അയാൾ അപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ്. പാവം, ഭ്രാന്താണെന്ന് തോന്നുന്നു. ഏയ് പാട്ടുകാരാ, ഞാൻ പോട്ടെ. എൻ്റെ ഏട്ടൻ വന്നു. മരണമാണവൻ. മോള് പോവണ്ട, അവൻ കൊല്ലും. പോവണ്ട പോവണ്ട. അയാളുടെ പിടി വിടുവിക്കാൻ അവൾ ആവുന്ന ശ്രമിച്ചെങ്കിലും അയാൾ ഒന്നുകൂടി ബലമായി പിടിക്കുകയാണ് ചെയ്തത്. ഏട്ടാ, ഓടിവാ. അവൾ കരഞ്ഞുകൊണ്ട് കൈ വിടുവിക്കാൻ ശ്രമിച്ചു. ഓടി വരുന്ന മനുവിനെ കണ്ടതും അയാൾ അവളെ നെഞ്ചോട് ചേർത്ത് ഇരുകൈകളും കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു. കൊച്ചു കുഞ്ഞിനെന്ന പോലെ അയാൾ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. വിടാൻ പറ മനുവേട്ട, പേടിയാവുന്നു. അവൾ മനുവിൻ്റെ കൈ പിടിച്ചു വലിക്കാൻ തുടങ്ങി. ബഹളം കേട്ട് രണ്ട് അറ്റൻഡർമാർ ഓടി വന്നു അവളെ അയാളിൽ നിന്നും പിടിച്ചു മാറ്റി. ഇത്ര വയലൻ്റ് ആകുന്നവരെ ചങ്ങലക്കിടണം, അല്ലാതെ തുറന്നു വിടുകയല്ല വേണ്ടത്. ഇവൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? മനു അവരോട് തട്ടിക്കയറി. അയാൾ അത്ര പ്രശ്നമുള്ള ആളൊന്നുമല്ല. എവിടെയെങ്കിലും ഇരുന്ന് പാടുമെന്നതൊഴിച്ചാൽ വേറെ ശല്യങ്ങൾ ഒന്നുമില്ല. പക്ഷേ ഇന്നെന്തു പറ്റി എന്നറിയില്ല, അവരിലൊരാൾ പറഞ്ഞു. അറിയില്ല പോലും. തനിക്കൊക്കെ ഇവരെ നോക്കൽ അല്ലാതെ വേറെന്താടാ പണി? ഓരോ വട്ടന്മാരെ തുറന്നു വിട്ടിട്ട് ഒടുക്കം ആരുടെയെങ്കിലും കഴുത്ത് നെരിച്ചു കഴിയുമ്പോൾ അയ്യോ അയാൾ പാവമായിരുന്നു എന്ന് പറഞ്ഞു വന്നോണം. സാറ് ചൂടാവൊന്നും വേണ്ട. ഇവിടെ വന്നപ്പോൾ സാറിൻ്റെ ഭാര്യയും ഇതുപോലെ തന്നെ ആയിരുന്നു. അതൊന്ന് ഓർത്താൽ കൊള്ളാം. അയാൾ മനുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് വാർഡിലേക്ക് കയറി. അയാളെന്താ ഏട്ടാ പറഞ്ഞേ? എനിക്ക് ഭ്രാന്തായിരുന്നെന്നോ? പറ ഏട്ടാ, എനിക്ക് ഭ്രാന്തായിരുന്നോ? ഇല്ല മോളെ, മോൾക്കൊന്നുമില്ല. അയാൾ വെറുതെ. വാ, നമുക്ക് ഡോക്ടറെ കാണാൻ പോവാം. അവൾ പിന്തിരിഞ്ഞു. തോമസ് കിടക്കുന്നിടത്തൊക്കെ നോക്കി. കൊല്ലും, അവൻ നിന്നെ കൊല്ലും, അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന മനുവിൻ്റെ കൈകളിലേക്ക് നോക്കി ഒന്നുകൂടി അവനോട് ചേർന്ന് നടന്നു. ഓപ്പിക്ക് മുന്നിൽ തന്നെ നമ്പർ തെളിയുന്നതും കാത്തു അവൾ മനുവിൻ്റെ ഒപ്പം ഇരുന്നു. ഭ്രാന്തായിരുന്നോ എനിക്ക്? എന്നായിരിക്കും തുടങ്ങിയത്? ഇങ്ങോട്ട് വരുമ്പോൾ ഏട്ടൻ പറഞ്ഞത് ഉറക്കക്കുറവിന് ഡോക്ടറെ കാണാം എന്നല്ലേ? ഉറങ്ങാത്തതു കൊണ്ടാണ് പല കാഴ്ചകളും കാണുന്നത് എന്നല്ലേ? എന്നിട്ടിപ്പോൾ ആരോ പറയുന്നു എനിക്ക് ഭ്രാന്തായിരുന്നുവെന്ന്. അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഓരോ തവണയും ഓടി മാറുന്ന ചുവന്ന അക്കങ്ങളിൽ നോക്കിക്കിടന്നു. വാ, നമ്മുടെ നമ്പറായി. അവളും മനുവും അകത്തേക്ക് കയറി ഡോക്ടറെ കണ്ടു. എനിക്ക് ഭ്രാന്താണോ ഡോക്ടർ? കയറി ചെന്നപ്പാടെ അവൾ ചോദിച്ചു. അവളുടെ ചോദ്യത്തിൽ ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും ഡോക്ടർ ചിരിച്ചുകൊണ്ട് അവളോട് ഇരിക്കാൻ പറഞ്ഞു. മിസ്റ്റർ മനു, പുറത്തു നിന്നോളൂ, ഞാൻ വിളിക്കാം. പറയൂ ഡോക്ടർ, എനിക്ക് ഭ്രാന്തായിരുന്നു. എനിക്കറിയാം ഡോക്ടർ, എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. ഡോക്ടർ പറയുന്നത് എല്ലാം ശ്രദ്ധയോടെ അവൾ കേട്ടിരുന്നു. പിന്നെ ഒന്നും മിണ്ടാതെ പുറത്ത് ചെന്ന് മനുവിനോട് ഡോക്ടർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് ഡോക്ടർ അവൾക്ക്? നോ, ഷീസ് ആൾ റൈറ്റ് മനു. കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിന് മനസ്സൊരുങ്ങിയിട്ടുണ്ട് ആ കുട്ടിക്ക്. ഇനി ഭൂതകാലത്തിലെ ഓർമ്മകൾ അവളെ തളർത്തില്ല. താങ്ക്സ് ഡോക്ടർ, താങ്ക് യു സോ മച്ച്. പുറത്ത് എല്ലാം അറിഞ്ഞുള്ളൂ നേറി ഇരിക്കുകയായിരുന്നു അവൾ. പാവം മനുവേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെ കൊണ്ട്. എന്നിട്ട് ഇപ്പോഴും തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഈ അനാഥ പെണ്ണിനെ സംരക്ഷിക്കുന്നുണ്ടല്ലോ. കണ്ണ് നിറയുന്നത് മറ്റുള്ളവർ കാണാതെ ഇരിക്കാൻ അവൾ സാരിത്തൊമ്പ് കൊണ്ട് മുഖം തുളച്ചു. വാസുകി, അവൾ മുഖമുയർത്തി നോക്കി. എൻ്റെ ദേവൻ്റെ മോളല്ലേ ഇത്? മോള് ജീവനോടെ ഉണ്ടല്ലോ, ഭാഗ്യം. ആ കാട്ടാളൻ കൊന്നു കളഞ്ഞെന്നോ ഞങ്ങൾ കരുതിയെ. തന്നെ തലോടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയുടെ കൈകൾ അവൾ തട്ടി ദൂരെ കളഞ്ഞു. ആരാ നിങ്ങൾ? ഞാൻ വാസുകിയല്ല, അശ്വതിയാ. അശ്വതി മനുശങ്കർ. അല്ല മോളെ, മോള് വാസുകിയാ, എൻ്റെ ഏട്ടൻ്റെ മോള്. നിങ്ങൾക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ പറയുന്ന ദേവനെയും അറിയില്ല. അപ്പോഴേക്കും മനു പുറത്തിറങ്ങി വന്നു. മനുവേട്ട, ദേ ഈ സ്ത്രീ. അവൾ ഓടി മനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. സാരമില്ല, സുഖമില്ലാത്ത സ്ത്രീ ആയിരിക്കും, നമുക്ക് പോകാം. മോളെ വാസുകി, പോവല്ലേ മോളെ. ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് അവളുടെ പുറകെ ചെന്നു. ഇത് വലിയ ശല്യമായല്ലോ, ഒന്ന് പിടിച്ചു കൊണ്ടുപോവൂ. പെട്ടെന്ന് ആ സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ അങ്ങോട്ട് ഓടി വന്നു. നമ്മുടെ സുമോള് ഏട്ടാ. ആ സ്ത്രീ അവർക്ക് നേരെ കഴിച്ചുകൊണ്ട് അപ്പോഴേക്കും മനു അവളെ കാറിൽ കയറ്റിയിരുന്നു. നിനക്ക് തോന്നിയതാകും ശ്രീമതി.
ആരൊക്കെ എന്നെ നമ്മളെ വിട്ടുപോയി അല്ല ഏട്ടാ. അതവനാ മനു, നമ്മുടെ സോമോള അവൻ്റെ കൂടെ. എനിക്കുറപ്പാ. വാ, നമുക്ക് ആ കൗണ്ടറിൽ പോയി ചോദിച്ചു നോക്കാം, അത് അവർ തന്നെയാണോന്ന് കൺഫേം ചെയ്യാമല്ലോ. അവർ നേരെ കൗണ്ടറിൽ ചെന്നു. ഇപ്പോൾ പോയ ആ പേഷ്യൻറ്റിൻ്റെ പേരെന്താ? ഏത്, ആ പെൺകുട്ടിയോ? അശ്വതി. അശ്വതി മണിശങ്കർ എൻ്റെ അയൽവാസിയാണ്. എന്തേ? കൗണ്ടറിൽ ഇരുന്ന ചെറുപ്പക്കാരൻ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ല, നല്ല പരിചയം തോന്നി. ഓക്കെ, താങ്ക്സ്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശ്രീമതി, അത് അവൾ അല്ലെന്ന്. വെറുതെ ഓരോ പുകലുണ്ടാക്കാൻ. വാ. ദേവൻ അവിടെ ഒറ്റക്കാണ്. അയാൾ ധൃതിയിൽ വാർഡിലേക്ക് നടന്നു. അല്ല, അതെൻ്റെ സോമോള് തന്നെയാ. പിറുപിറുത്തു കൊണ്ട് അവർ അയാൾക്ക് പിറകെയും വാർഡിൽ അവരെയും കാത്ത് അക്ഷമമായി നിൽക്കുകയായിരുന്നു അറ്റൻഡർ. മനുവിനോടുള്ള ദേഷ്യം മുഴുവൻ അയാൾ അവരിൽ തീർത്തു. നിങ്ങൾ ഇതെവിടെ പോയിരിക്കുകയായിരുന്നു? രോഗിയുടെ അടുത്തൊരു ബൈസ്റ്റാൻഡർ എപ്പോഴും വേണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. അതെങ്ങനെയാ? ഭ്രാന്താശുപത്രിയിൽ കൊണ്ട് നട തള്ളിയാൽ പിന്നെ എല്ലാം ഞങ്ങളുടെ തലയിലാണല്ലോ. ഇരുകൈകളും കെട്ടിയിട്ട നിലയിൽ തൻ്റെ ഏട്ടനെ കണ്ടതും ശ്രീമതി കരഞ്ഞുകൊണ്ട് ഓടിയെത്തി. കാണുന്ന ആളുകളെയൊക്കെ കഴുത്തിൽ പിടിക്കാൻ പോയാൽ കെട്ടിടുകയല്ലാതെ എന്ത് ചെയ്യാൻ? ഒരു ഉപദ്രവവും ഇല്ലാത്തത് കൊണ്ടാണ് വാർഡിലേക്ക് മാറ്റിയത്. ഇങ്ങനെയാണെങ്കിൽ സെല്ലിൽ അടയ്ക്കേണ്ടി വരും. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. ഒരു കാര്യവും ഇല്ലാതെ ദേവൻ ഇങ്ങനെ പെരുമാറില്ല. അയാൾ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ സൂമോള് തന്നെയാവും. എനിക്കുറപ്പാ. അതാ ഏട്ടൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. കൊല്ലും, അവൻ കൊല്ലും. മോള് പോവണ്ട. മനുവിൻ്റെ തോളിൽ തല അയച്ചു കിടക്കുകയായിരുന്ന വാസുകി ഞെട്ടി ഉണർന്നു. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വല്ലായ്ക വല്ലതുമുണ്ടോ തനിക്ക്? ഉണ്ടെങ്കിൽ പറയണം. ഇല്ല, ഒന്നുമില്ല. അവൾ കുറച്ചു നേരം കണ്ടടിച്ചിരുന്നു. ഉള്ളു നിറയെ ദേവന്റെ മുഖമായിരുന്നു. കുറച്ചു നേരം കൊണ്ട് ഇത്രയും ആത്മബന്ധം തോന്നാൻ പാകത്തിന് ആരായിരിക്കും അയാൾ? ആലോചിക്കും തോറും അവളുടെ തല പുകയാൻ തുടങ്ങി. വീടെത്തിയപ്പോൾ മനു അവളെ തട്ടി ഉണർത്തി. എന്താ, ഇറങ്ങുന്നില്ലേ? അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. ആഹാ, എൻ്റെ മോള് വന്നു. എന്തു പറഞ്ഞു? ഡോക്ടർ. മനുവിൻ്റെ അമ്മ അവൾക്കരികിലേക്ക് വന്നു. എന്തു പറയാൻ അമ്മേ, ഇപ്പോൾ ഉള്ള മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത്ര തന്നെ. മറുപടി പറഞ്ഞത് മനുവാണ്. സാരമില്ല, കുറച്ച് കഴിയുമ്പോഴൊക്കെ ശരിയാകും. മോൾ അകത്തേക്ക് പോയി റെസ്റ്റ് എടുക്ക്. അവൾ അകത്തേക്ക് പോകുന്നത് നോക്കി അവർ ഒന്ന് ഇരുത്തി മൂടി. എന്താടാ, നിന്റെ തമ്പുരാട്ടിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത്? ഇനി പഴയത് വല്ലതും ഓർമ്മ വരുമോ അവൾക്ക്? വന്നേനെ, ഇന്ന് അയാളെ കണ്ടു. ഒക്കെ തീർന്നെന്നാ ഞാൻ കരുതിയെ. ഒരു കണക്കിന് അവളെയും കൊണ്ട് അവിടുന്ന് പോന്നത്. ഇനി ഹോസ്പിറ്റലിൽ പോയി കാണണ്ട, വീട്ടിൽ പോയാൽ മതി. ആരെ കണ്ട കാര്യമാ നീ പറയുന്നേ? അയാളെ, ആ ദേവനെ. മനു പല്ലുറുമ്പി. ചത്തില്ല, കള്ളക്കിളവൻ. ദേവനോ? അവൻ കണ്ടോ ഇവളെ? എങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ. ഇല്ലമ്മേ, അതോർത്ത് അമ്മ പേടിക്കണ്ട. അങ്ങേർക്ക് വട്ട. ഇന്നത്തോടെ അവർ പിടിച്ചു സെല്ലിൽ ഇട്ടോളും. അതുപോലൊരു സീൻ ഉണ്ടായി അവിടെ. മനു അമ്മയോട് എല്ലാം വിവരിച്ചു പറഞ്ഞു. അമ്മ ഇനി അവളെ ഒറ്റയ്ക്ക് പുറത്തേക്കൊന്നും വിടണ്ട. പിന്നെ പുറത്തുനിന്ന് ആര് വന്നാലും അവളെ കാണാൻ സമ്മതിക്കുകയും വേണ്ട. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടവർ എന്തായാലും തിരക്കി വരാതിരിക്കില്ല. കാറിൽ നിന്ന് ബാഗ് എടുക്കാൻ തിരിച്ചു വന്ന വാസുകിയെ കണ്ടതും അവർ പെട്ടെന്ന് സംസാരം നിർത്തി. മോൾ എന്തിനാ ഇപ്പോൾ താഴേക്ക് വന്നത്? ഞാൻ ബാഗ് എടുക്കാൻ മറന്നു. മനു പോയി ബാഗ് എടുത്ത് അവൾക്ക് കൊടുത്തു. അശ്വതി, പോയി മരുന്ന് കഴിച്ചു കിടക്കും. ഇറങ്ങി നടക്കണ്ട. തന്നെ ചുറ്റിപ്പറ്റി എന്തൊക്കെയാ നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അമ്മയും ഏട്ടനും എപ്പോഴും ചർച്ചയിലായിരിക്കും. തന്നെ കണ്ടാൽ ഉടനെ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്യും. കൊല്ലും മോളെ, കൊല്ലും അവൻ. ദേവന്റെ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഓർമ്മ കിട്ടുന്നില്ല. അല്ലെങ്കിലും തനിക്ക് പലതും ഓർമ്മയില്ലല്ലോ. മനുവേട്ടനുമായുള്ള കല്യാണവും തൻ്റെ കുഞ്ഞിനെയും ഒന്നും. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മനു പടി കയറി വരുന്ന ശബ്ദം എപ്പോൾ അവൾ മുഖം തുടച്ച് കണ്ണടച്ച് കിടന്നു. അശ്വതി, ഉറങ്ങുവാണോ? മനു അവളെ തട്ടി വിളിച്ചു. പക്ഷെ അവൾ കണ്ണടച്ച് കിടക്കുകയാണ് ചെയ്തത്. ഉറങ്ങടി, ഉറങ്ങ്. ഒരിക്കലും ഉണരാത്തൊരുറക്കം നിനക്ക് സമ്മാനിക്കുന്നുണ്ട് ഞാൻ. അവൻ അവളെ നോക്കി ക്രൂരമായി ചിരിച്ചു. കണ്ണടച്ച് കിടക്കുകയായിരുന്ന വാസുകി അത് കണ്ടു ഞെട്ടി. അപ്പോൾ ആ ഭ്രാന്തൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ഏട്ടൻ തന്നെ കൊല്ലും. കുറെ നേരം കരഞ്ഞതിനു ശേഷം അവൾ പതുക്കെ എഴുന്നേറ്റു. ആരും കാണാതെ ഇറങ്ങി നടന്നു പോണം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഇനി ഏട്ടൻ്റെ ഒരു ശല്യമായി ഇവിടെ നിൽക്കരുത്.